നിവിൻ പോളിയുടെ സർവമായ ഉറപ്പായും ഈ അവധിക്കാലത്ത് കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് സന്തോഷപൂർവ്വം കാണാൻ പറ്റുന്ന ഒരു മൂവി. ഒരു തരത്തിലും ഫോഴ്സ്ഡ് അല്ലാത്ത സിറ്റുവേഷണൽ കോമഡികൾ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു മൂവി. ഇനിയും സിനിമയെക്കാളൊക്കെ ഉപരി അതിലെ നായകനായ നിവിൻ പോളിയെ കാണാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് അതിനേക്കാളും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഗംഭീരമായ തിരിച്ചുവരവ് തന്നെയാണ് ഈ മൂവിയിലുള്ളത്. അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ് സർവമായ. സാധാരണ ഹൊറർ സിനിമകളിലെ പോലെ ഭയപ്പെടുത്തുന്ന ഒന്നല്ല ഇതിലെ പ്രേതം. മറിച്ച് സത്യൻ അന്തിക്കാട് സിനിമകളിലെ പോലെ ഊഷ്മളമായ ബന്ധങ്ങൾക്കും ഹാസ്യത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയിലെ പ്രേതമാണ് ഇതിലുള്ളത്. ഒരു വടക്കൻ സെൽഫി, ലവ് ആക്ഷൻ, ഡ്രാമ എന്നീ സിനിമകളിൽ കണ്ട നിവിൻ പോളിയുടെ അനായാസമായ കോമഡി ടൈമിംഗ് ഈ ചിത്രത്തിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അദ്ദേഹം അവതരിപ്പിക്കുന്ന ഇതിലെ ക്യാരക്ടറിനെ കണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സ് നിറയും. ഒരിടവേളയ്ക്ക് ശേഷം നിവിൻ പോളിയും അജു വർഗീസും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന തമാശകൾ പ്രേക്ഷകർക്ക് ചിരിക്കാൻ വക നൽകുന്ന ഒന്നാണ്. കുറെ നാൾ മലയാളികൾക്ക് മിസ്സായിരുന്ന അവരുടെ കെമിസ്ട്രി ഈ സിനിമയിലെ ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ ഉതകുന്ന വിധത്തിൽ അഖിൽ സത്യൻ ഡയറക്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരീരം മറന്ന് അഭിനയിക്കാൻ കഴിയുന്നത് ഒരു ആക്ടറിന് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയിൽ അജു വർഗീസിനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അഭിനയം പലപ്പോഴും നമ്മൾ ഇന്നസെന്റിനെയും ശ്രീനിവാസനെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ഇനിയും ഇതിനകത്ത് നായികയാണ് അധികം പരിചിതമല്ലാത്ത ഒരു മുഖം, റിയ ഷിബു. സർവമായയിലെ ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന ചിൽ ഔട്ട് എനർജി മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ റിയ ഷിബുവിന് സാധിച്ചിട്ടുണ്ട്. നിവിൻ പോളിയുടെ ക്യാരക്ടറുമായി ഒപ്പത്തിനൊപ്പം നിന്ന ഒരു ക്യാരക്ടറായിരുന്നു റിയ ഷിബുവിന്റേത്. ഇനിയും മലയാള സിനിമകളിൽ റിയ ഷിബുവിന്റെ സാന്നിധ്യം ഉറപ്പായും ഉണ്ടാകുമെന്നുള്ളതിന് അടിവരയിടുന്നതായിരുന്നു ഇതിലെ പെർഫോമൻസ്. ഇതിലെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നല്ല രീതിയിൽ TV ഷോകളിലൊക്കെ പെർഫോം ചെയ്യുന്ന ചില ആക്ടേഴ്സിനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ കുറെ നാളുകൾക്ക് ശേഷം ജനാർദ്ദനെ പോലെയുള്ള സീനിയർ ആക്ടേഴ്സിനെ നമുക്കിതിൽ കാണാൻ സാധിക്കും. സത്യൻ അന്തിക്കാടിന്റെ മൂവികളിൽ കണ്ടുമറന്ന പല മുഖങ്ങളും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. പഴയ മോഹൻലാൽ പടങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു കരിഷ്മ നമ്മുടെ നിവിൻ പോളിക്ക് ഈ സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നിവിൻ പോളിയുടെയും അജു വർഗീസിന്റെയും കോംബോ മോഹൻലാലിന്റെയും ശ്രീനിവാസിന്റെയും കോംബോയെ എവിടെയൊക്കെയോ ഓർമ്മിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഈ സിനിമയിലുള്ള സിംഗ് സൗണ്ടും ഗ്രാമീണ പശ്ചാത്തലവും ഒക്കെ സിനിമയ്ക്ക് ഒരു സ്വാഭാവികത നൽകുന്ന കാര്യമാണ്. ഭയത്തേക്കാൾ ഉപരി ഹൃദ്യമായ നിമിഷങ്ങൾക്കാണ് സിനിമ മുൻഗണന നൽകുന്നത്. സിനിമയുടെ ആദ്യ പകുതി രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ നന്നായിരുന്നു എന്ന് വേണം പറയാൻ. അവസാനത്തേക്കൊക്കെ ഇമോഷണൽ സൈഡ് വരുമ്പോൾ എവിടെയോ ഓഡിയൻസ് കണക്ട് ആകാതെ ഇരിക്കുന്നത് പോലെയുള്ള ഒരു ചെറിയ ഫീല് നമ്മൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സത്യൻ അന്തിക്കാട് സിനിമകളിലെ സ്ഥിരം ചേരുവകൾ അതേപടി പിന്തുടരുന്നതിനാൽ പുതുമ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സത്യൻ അന്തിക്കാട് ഫോർമുല സിനിമയായി തോന്നാം. ശരിക്കും പറഞ്ഞാൽ വലിയ മടുപ്പൊന്നുമില്ലാതെ വീണ്ടും കാണാൻ സാധിക്കുന്ന കംഫർട്ട് വാച്ചിലുള്ള ഒരു മൂവിയാണ് സർവമായ. തമാശകൾക്കും പ്രേതങ്ങൾക്കും ഒക്കെ അപ്പുറം വിശ്വാസം, വ്യക്തിത്വം, ആത്മീക സംഘർഷങ്ങൾ എന്നിവയെക്കുറിച്ചും സിനിമ സംസാരിക്കുന്നുണ്ട്. സത്യൻ അന്തിക്കാട് മൂവികളിലെ പോലെ തന്നെ ഇതിനകത്തെ ഓരോ ഫ്രെയിമും മനോഹരമായതാണ്. ശരൺ വേലായുധനാണ് ഇതിന്റെ സിനിമറ്റോഗ്രാഫറായിട്ട് വരുന്നത്. ജസ്റ്റിൻ പ്രഭാകരന്റെ പശ്ചാത്തല സംഗീതം സിനിമയുടെ ഫാന്റസി മൂഡിനെ വലിയ ആഴം നൽകുന്നതായിരുന്നു. ഒരു മികച്ച ക്ലീൻ എന്റർടൈനർ ആയതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് കാലത്ത് കുടുംബങ്ങൾക്കുള്ള ഒന്നാം നമ്പർ ചോയ്സ് ആയിട്ടാണ് ഈ ചിത്രം മാറാൻ പോകുന്നത്.